വീഡിയോയിൽ രണ്ട് വിഷയങ്ങളാണ്, മിഡിൽ ഈസ്റ്റും അതേപോലെ ഇന്ത്യയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. അല്ല, ആദ്യമേ മിഡിൽ ഈസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഏതാണ്ട് 11 ദിവസം കൊണ്ട് നിലം പൊത്തിയിരിക്കുകയാണ് ഈ 53 വർഷത്തെ ഭരണം. ഇത് ഒരു മരണ അടിയാണ്. ശരിക്കും പറഞ്ഞാൽ അസാദിന്റെ റെജീമിനും റഷ്യ, ഇറാൻ, ഹിസ്ബുള്ള ഇതേപോലത്തെ കുറച്ച് സംഘടനകൾക്ക് കിട്ടിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ വൻ തിരിച്ചടിയാണ്. നാണക്കേടെന്ന് തന്നെ പറയണം. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിമതരുടെ തലവനായിട്ടുള്ള ആള് ഇന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഡമസ്കസിൽ എത്തിയിട്ടുണ്ട്. ഡമസ്കസിൽ എത്തിയപ്പോൾ തന്നെ പിന്നെ നമസ്കരിച്ചുകൊണ്ടാണ് വരികയുണ്ടായത്. ഈ വിമതർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പൊ ഇതിൽ നോക്കാനുള്ള ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വിമതരെ കുറിച്ച് ഒന്ന് പറഞ്ഞു വെക്കാനാണ്. ഈ വിമതർക്ക് ആദ്യമേ തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ ഒരുങ്ങി വരാൻ ഞങ്ങൾ ഒരു പരിധി വരെ ഇൻഡയറക്റ്റ് ആയിട്ട് സഹായകരമായി. പക്ഷെ അതുപോലെ ഇനി നിങ്ങൾ ഞങ്ങൾക്ക് നേരെ തിരിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഒരു ഡയറക്റ്റ് വാണിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ ഇന്ന് ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്ത് ഇസ്രായേൽ പോയായിരുന്നല്ലോ. അവിടെ വെറുതെ എന്തായാലും പോകത്തില്ല, കാരണം അവിടെ UN സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ പോയി അവിടെ ശരിക്കും ഒരു സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്ത്, അതായത് ആ UN സെക്യൂരിറ്റി പോസ്റ്റുമായിട്ട് ചേർന്ന് കിടക്കുന്ന സിറിയയുടെ ഭാഗത്ത് കിടക്കുന്ന ഹെർമോൺ മലനിരകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇനി കുറച്ചുകൂടെ ഈ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്തുള്ള ഇസ്രായേലി സെറ്റിൽമെന്റുകൾക്ക് കുറച്ചുകൂടെ സമാധാനപൂർവ്വമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു സക്സസ് ആയിട്ട് തന്നെയാണ് ഇത് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിന് നല്ല രീതിയിലുള്ള വെൽക്കം ഇസ്രായേലിന്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ഈ പോരാട്ടം നടത്തുന്ന ആ ഒരു ഫാമിലിയുമായിട്ട് നെതന്യാഹു ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഒരു കറക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ രാജ്യം എത്രത്തോളം മുന്നോട്ട് ഈ ഒരു യുദ്ധത്തിൽ സഞ്ചരിക്കുമ്പം കുറച്ച് സംയമനം പാലിക്കണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ അവർ കുറച്ച് സംയമനം പാലിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ്. കാരണം നെതന്യാഹുവിന്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ആ രീതിയിൽ വളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. October 7 ഈ ഒരു ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിൽ ഉണ്ടാകുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് ആണ്. ചെയിൻ ഓഫ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെസ്ബുള്ള നോക്കൂ, എവിടെയാണെന്ന് തന്നെ അറിയത്തില്ല. ആ രീതിയിൽ തരിപ്പണമാക്കി കളഞ്ഞിരിക്കുന്നു. ഇതിനെ നല്ല രീതിയിൽ എതിർത്ത് നിന്നിരുന്ന ഇറാൻ, ടൈം ടു ടൈം അവർക്ക് ഡയലോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രാമ കാണിച്ചുകൊണ്ടിരുന്ന ഇറാൻ ഏത് മൂലയിൽ പോയെന്ന് തന്നെ അറിയാൻ പറ്റത്തില്ല. സിറിയയിൽ നിന്നും അവരുടെ മുഴുവൻ ആൾക്കാരെയും വലിച്ചുകൊണ്ട് ഒളിച്ചോടേണ്ട അവസ്ഥയാണ് ഇറാൻ വന്നത്. ഇതുപോലൊരു നാണം കെട്ട അവസ്ഥ ഇനി എവിടെയും വരാനില്ല. ഇവരുടെ എല്ലാ തരത്തിലുള്ള ഡയലോഗും ഈ പത്രങ്ങളിൽ വിളിച്ചു പോകുന്ന ഞങ്ങൾ യുറേനിയം ഉണ്ടാക്കുന്നു, ഞങ്ങൾ ആയുധം ഉണ്ടാക്കുന്നു, ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളെ നിലംപരിശാക്കി കളയും, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം പോലെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയും എന്നൊക്കെയാണ് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത്. അതൊക്കെ ആരെ വൈപ്പ് ഔട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്? കറക്റ്റാണ്, സിറിയയിലെ അസാദിനെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്നാണ് പറയേണ്ടിയിരുന്നത്. അത് മാറിപ്പോയിട്ട് അവർ പറഞ്ഞതാണെന്നാണ് തോന്നുന്നത്. അപ്പൊ വിമതർ ഗ്രൂപ്പിന്റെ തലവനായിട്ടുള്ള ആൾ വന്നിട്ട് പറഞ്ഞത് ഇനി ഒരു തിരിച്ചുപോക്കില്ല, ഇത് നമ്മളുടെ ലോകമാണെന്നാണ് പുള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ഈ വിമതർക്ക് ഒരു സ്വഭാവം ഞാൻ പറയാം. വിമതർ അത്തരം മിടുക്കരായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അവരുടെ ബേസിക്കലി ഇവരെല്ലാം ഫണ്ടമെന്റലിസ്റ്റുകളാണ്. ഈ മതപരമായിട്ടുള്ള തീവ്ര നിലപാടുള്ള തീവ്രവാദികൾ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനിപ്പം അസദ് അവിടെ ഇരുന്നാലും അയാളും ഇതേപോലെ തീവ്ര നിലപാടുള്ള ആൾക്കാർ തന്നെയാണ്. ഇതേപോലെ ഈ മറ്റുള്ളവർ വന്നാലും തീവ്ര നിലപാടുള്ള ആൾക്കാർ തന്നെയാണ്. ഇനിയിപ്പോ ഇവരെ ഒരു പരിധിവരെ ഈ ഒരു സുന്നി വിഭാഗത്തിലുള്ള മറ്റുള്ള എബ്രഹാം അക്കോർഡ് അതുപോലെ സൈൻ ചെയ്ത രാജ്യങ്ങളെ വെച്ചെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റത് അങ്ങനെയല്ല. ഈ അസദാണ് ഇരിക്കുന്നെങ്കിൽ അസദിനെ ഈ ഒരു ഇറാൻ ത്രൂ ഒന്നും ഇസ്രായേലിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് സ്ട്രൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മാത്രമേ അവരെ നിലയ്ക്ക് നിർത്താൻ പറ്റൂ. ഈ വിമതർക്ക് കിട്ടിയ ഒരു സക്സസിന് വളരെ നിർണായകമായിട്ടുള്ള അറ്റാക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയ ലെബനാൻ ബോർഡറിൽ ഒരു പാലം തകർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ആയുധം കടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പാലം 3 ദിവസത്തിന് മുമ്പ് തകർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ നിർണായകമാണ്. കാരണം ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു കണക്ടിവിറ്റിയാണ് ഈ ലെബനാനും സിറിയയ്ക്കും ഇടയിൽ ഈ ഒരു ഹിസ്ബുള്ളാക്കൾക്ക് കടന്നു പോകാനുള്ള ഒരു വഴി. അതിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് തകർത്തുടച്ചത്. ഇതൊക്കെ ഈ ഇസ്രായേൽ ചെയ്ത വളരെ നിർണായകമായിട്ടുള്ള ചില അറ്റാക്കുകൾ, ഇതെല്ലാം ഈ ഒരു വിമതർക്ക് പോസിറ്റീവായി മാറി എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഹമാസ് ഒക്കെ നിർവീര്യമായി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഹമാസിന്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റേജസിന്റെ ആ ഒരു ശരിക്കുള്ള ആ ഒരു സംസാരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇന്ന് ജബാലിയ ഭാഗത്ത് വീണ്ടും ഒരു തുരങ്കം കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഇസ്രായേൽ അതിനെ തച്ചുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇനി എവിടെയൊക്കെ തുരങ്കങ്ങൾ ഇവന്മാരുടെ പണി തന്നെ തുരങ്കമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വേറെ ഒരു പണിയില്ലാന്ന് തോന്നുന്നു. ഇവര് ഈ പൈസകൾ മൊത്തം മുടക്കി $1 മില്യൺ അതായത് ഖത്തറിന്റെ പൈസയും ഇറാന്റെ പൈസയും കൊണ്ട് ഇവർ തുരങ്കം മാത്രമാണ് ഇത്ര നാൾ പണിതുകൊണ്ടിരുന്നത്. ഇനി എത്ര തുരങ്കങ്ങൾ അവിടെ ഉണ്ടെന്ന് ആർക്കറിയാം? ഇനി എവിടെയെങ്കിലും ഈ ഒരു സ്ഥലം ഒരു മഴ എങ്ങാനും പെയ്ത് താഴോട്ട് അങ്ങ് പതിച്ചിറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇവിടെയൊക്കെ തുരങ്കം ഉണ്ടായിരുന്നുള്ളത്. ആ രീതിയിലാണ് അവിടെ തുരങ്കങ്ങളുള്ളത്. എവിടെയൊക്കെ ഇനി ഭൂമി അങ്ങ് പതിഞ്ഞിറങ്ങുമെന്ന് അറിയത്തില്ല കേട്ടോ. ആ രീതിയിലാണ് തുരങ്കങ്ങൾ. ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം ഈ ഹെർമോസ് മലനിരകൾ പിടിച്ചിറക്കിയത് ഇത് കുറെ കാലം കൊണ്ടേ സിറിയയുടെ അടുത്ത് ഇതിനു വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഇപ്പുറത്താണ് ഈ ഒരു UN ഒരു ബോർഡർ ലൈൻ നിയമിച്ചിരുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ
ഒരു ബോർഡർ ലൈൻ വെച്ചിരുന്നത്. ഇപ്പൊ അത് കൃത്യമായിട്ട് ആ ഒരു ഹെർമോസ് മലനിരകൾ ഇസ്രായേൽ സ്വന്തമാക്കിയിരിക്കുകയാണെന്നുള്ളതാണ്. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2 വിഷയങ്ങളാണ് സംഭവിച്ചത്. ആ 2 വിഷയങ്ങൾ, ഒന്ന് ബംഗ്ലാദേശ് തുർക്കിയിൽ നിന്നും ഒരു ഡ്രോൺ മേടിച്ച് ഇന്ത്യൻ ബോർഡറിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വിന്യസിച്ചിരിക്കുന്നതാണ്. BSFന്റെ ഒരു പ്രഖ്യാപനം പ്രകാരം അവര് നമ്മളുടെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തില്ല, പക്ഷെ അവരുടെ ബോർഡർ ലൈനിന് ഉള്ളിൽ തന്നെയാണ് ഇത് ഉപയോഗിച്ചത്. പക്ഷേ ഡ്രോൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ക്യാമറ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സാധനമാണ്, തുർക്കിയുടെ സാധനമാണ് അത് മേടിച്ച് ഉപയോഗിച്ചത് അവർ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്താലും ഇല്ലെങ്കിലും അവർ എയറിൽ നിന്ന് തന്നെ അവർക്ക് ഇത് പകർത്താൻ പറ്റും. അപ്പൊ അവർ ഇമാതിരിയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ പ്രൊവക്കേഷൻ ആണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്പർ 1. അടുത്ത ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ അസാമിന്റെ ഉള്ളിൽ ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് BDF ബംഗ്ലാദേശ് ഡിഫൻസ് ഫോഴ്സ് കയറി വന്നു. ഇവർ കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അമ്പലത്തിന്റെ റിനോവേഷൻ പണി നടക്കുമായിരുന്നു. ആ അമ്പലത്തിന്റെ റിനോവേഷൻ പണി നടക്കരുതെന്ന് പറഞ്ഞ് ഇവർ തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം BSF വീണ്ടും ഇടപെട്ട് അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു. അതായത് ഇവർ എന്തുകൊണ്ടാണ് ഇത് നിർത്തണം എന്ന് പറഞ്ഞത്, ബോർഡർ ഏരിയയിൽ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് ഒന്നും പാടില്ല, പ്രൊവോക്കേറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് അവർ ആ വാദം ഉന്നയിച്ചത്. അപ്പൊ അതിന് കൃത്യമായിട്ട് BSF പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ബിൽഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇതിന്റെ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി തന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഡിക്ലെയർ ചെയ്തതാണ് ഇതിന്റെ റിനോവേഷൻ, അതുകൊണ്ട് ഇത് തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും പിന്നീടാണ് അവിടെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തതായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രണ്ട് ഇൻസിഡന്റുകളും ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യവനൊക്കെ ഈ രീതിയിൽ ഉണ്ടാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ബറ്റാലിയൻസും അതേപോലെ സർവൈലൻസ് സിസ്റ്റം കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് ബംഗ്ലാദേശ് ബോർഡറിലോട്ട് നീക്കിയിരിക്കുകയാണ്. ആയുധങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ ബംഗ്ലാദേശിനെ ടൈറ്റൻ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിങ്ങനെ ചെയ്യണം, ഇത് പണ്ടേ ചെയ്യേണ്ടതാണ്. ശരിക്കും ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഇറങ്ങിയ പാട് തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അത് അവിടെ ചെയ്തില്ല. ഇന്ത്യ എപ്പോഴും നമ്മളുടെ അടുത്ത് കിടക്കുന്ന ഈ രാജ്യത്തിനെ വരിഞ്ഞു മുറുക്കരുത്, എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല, ഒരു ലോയും എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമത്തിലാണ് ഇന്ത്യ നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. പക്ഷെ യുവമാരുടെ അടുത്ത് പാടില്ല. ബംഗ്ലാദേശിനെ ഇന്ത്യ അടിക്കാൻ മാത്രം ബംഗ്ലാദേശിന് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ അടുത്ത് ഇങ്ങോട്ട് അടിച്ചു കയറാൻ വന്നിരിക്കുന്ന ആർക്കാണ് ആ ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നത്? ഈ പാകിസ്ഥാൻ നമ്മളെ പോലെ നിലവാരമുണ്ടായിട്ടാണോ നമ്മുടെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നത്? അപ്പൊ ഈ പാകിസ്ഥാൻ, ഈ ബംഗ്ലാദേശ്, അതേപോലെ തന്നെ ഈ ഇറാൻ, സിറിയ, ഈ ഇപ്പൊ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളില്ലേ ഹമാസ്, ഇവന്മാരെല്ലാം സെയിം ലൈനാണ്. ഇവരൊക്കെ ബേസിക്കലി ഫണ്ടമെന്റലിസ്റ്റ് ആണ്. ഈ മതഭ്രാന്ത് പിടിച്ച ഫണ്ടമെന്റലിസ്റ്റുകളാണ് ഇവന്മാരെല്ലാം ഒരു ലൈനിലുള്ള ആൾക്കാർ. ഈ കൊമേനിമാര് ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നശിപ്പിക്കപ്പെടണം. ഈ കൊമേനിമാരില്ലാത്ത ഒരു ലോകം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സമാധാനം ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോ ഈ വാക്ക്, ഞാൻ വെറുതെ പറയുന്നതല്ല. എവിടെയൊക്കെ കൊമേനിമാരുണ്ടോ, കൊമേനിമാർ നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. ഈ കൊമേനിമാരില്ലാത്ത ഒരു സമയം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മനോഹരമായ നാളുകൾ ഇവിടെ ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇമാതിരിയുള്ള ഫണ്ടമെന്റലിസ്റ്റുകൾ ഈ നാട് മൊത്തം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കും. ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ നിന്ന് അവനൊക്കെ എന്താണ് കുഴപ്പം? അവൻ എന്താണ് പ്രശ്നം? അവിടെ മൈനോറിറ്റി ഇഷ്യൂസ്. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് US-ൽ നിന്നും ഒരുത്തൻ, അവനാണെങ്കിൽ ബേസിക്കലി തീവ്രവാദ നിലപാടുള്ള ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആണ് ഈ പറഞ്ഞ ഈ ഒരു വ്യക്തി, ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇവൻ USA-ൽ നിന്നും ഫണ്ട് ഇറക്കി ഇവിടെ ബംഗ്ലാദേശിലുള്ള കുറച്ച് ആൾക്കാരെ ചാക്കിട്ട് പിടിച്ച് അവിടെ നിന്ന് ഈ ഒരു നിലവിൽ നടന്നുകൊണ്ടിരുന്ന ഗവൺമെന്റിനെ പുറത്താക്കിയിട്ട് അപ്പൊ നീറ്റായിട്ട് വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങി നൂലിൽ കെട്ടി ഇറക്കിയതുപോലെയാണ് അവൻ അവിടെ രാജ്യം ഭരിക്കാൻ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്നാലോ നാട്ടിനുള്ളിൽ നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വർഗീയത പുറപ്പെടുവിക്കുന്നത് ഇവൻ തന്നെയാണ്. ഇവനെ കാണാൻ ഭയങ്കര പാവത്താനെ പോലെ ഇരിക്കും, പക്ഷെ ബേസിക്കലി ഇവൻ ഫണ്ടമെന്റൽ തീവ്രവാദിയാണ്. ഈ തീവ്രവാദി തന്നെയാണ് അത് ഇപ്പം ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഗ്രൂപ്പുകളും അവനുണ്ട്. ഇത് അവിടെ നടക്കുന്ന മൈനോറിറ്റീസ്, അവിടെ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കൊലപാതകങ്ങളൊന്നും ഇവനൊന്നും അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും അങ്ങനെ ഒന്നും നടക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവനങ്ങ് നിവർന്ന് പറയുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇതിനെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇതിനെതിരെ നടപടിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് എന്തായാലും കേട്ട അത്രയും സന്തോഷം. കാരണം യുവമാരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ യുവമാര് പാകിസ്ഥാന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ യുവമാര്. ഇപ്പൊ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കുറച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. യുവമാർക്ക് എന്ത് സഹായമാണ്? ഫ്രീ മിലിറ്ററി ട്രെയിനിങ്, ഫ്രീ ആർമി ട്രെയിനിങ്, ഫ്രീ ആയിട്ടുള്ള സർവൈലൻസ് ട്രെയിനിങ്, ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ്, ഫ്രീ ആയിട്ടുള്ള കോവിഡ് വാക്സിൻ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഫ്രീ. ഇത് കൂടാതെ ഇവർക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ബൂം ചെയ്യാൻ വേണ്ടി ഇന്ത്യ സഹായിച്ചത് എല്ലാ വർഷവും ഏതാണ്ട് 500 മില്യൺ. 2011 മുതൽ നമ്മൾ എപ്പോഴാണോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അവിടെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, ആ സമയം തൊട്ട് നമ്മൾ മില്യൺ കണക്കിൽ പൈസ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവന്മാർക്കെല്ലാം ഒന്നും കൊടുക്കാൻ പാടില്ല. ഇനി ഇങ്ങനെ ഇവന്മാർ തിരിഞ്ഞു കളിക്കുന്ന സ്ഥിതിക്ക് ഒരു രീതിയിലുള്ള പൈസ ഇവർക്ക്, ഒരു നയ പൈസ കൊടുക്കാൻ പാടില്ല. ഇവർക്ക് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനി എന്ത് ഡിപ്ലോമാറ്റിക് വലിയ രീതിയിലുള്ള അങ്ങ് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിക്കണം.
എന്നാൽ മാത്രമേ ഇത് കൊടുക്കാതെ വിടണം. എന്നാൽ ഇവന്മാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്തു വരുള്ളൂ. ആ സമയത്ത് വേണം ഇവന്മാരെയൊക്കെ അടിച്ചിരുത്താൻ. ഇന്ത്യക്കുള്ളിൽ കുറെ ട്രൈബൽസ് ആൾക്കാരുണ്ട്. നമ്മൾ പലപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ട്. ഇന്ത്യൻ രാജ്യത്ത് പല സെലക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നും ഇന്ത്യൻ ഗവൺമെന്റ് അവരെ പോയി ഫോഴ്സ്ഫുള്ളി എൻഫോഴ്സ് ചെയ്ത നിയമങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറാവാറില്ല. കാരണം ഈ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള ചില പ്രൈവസി, അവർ ഈ കാടിനെ നശിപ്പിക്കാൻ പാടില്ല, അതേപോലെ തന്നെ അവർക്കും ചില ലിവിങ് നോംസ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ ട്രൈബായിട്ട് തന്നെ തുടരുന്നത്. അല്ലാതെ ഇന്ത്യൻ ഗവൺമെന്റ് അവരെ പരിപോഷിപ്പിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഒരു ടെലിഫോണോ ഒന്നും കൊടുക്കാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. അവരിഷ്ടപ്പെട്ട് ജീവിക്കുന്ന ട്രൈബാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ നോക്കൂ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഞാൻ പറഞ്ഞുതരാം. പാകിസ്ഥാനിൽ നമ്മളുടെ ട്രൈബൽ ഗ്രൂപ്പിനെക്കാളും മോശപ്പെട്ട രീതിയിലാണ് അവിടുത്തെ പല ആൾക്കാരും. അവർക്ക് വിദ്യാഭ്യാസം പ്രോപ്പർ ആയിട്ടില്ല, ടെക്നോളജി പ്രോപ്പർ ആയിട്ടില്ല, ഒരു രീതിയിലുള്ള പുരോഗമന ചിന്താഗതി ഒന്നുമില്ല. അവരെല്ലാം തന്നെ ബേസിക് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ട് തന്നെ വളർത്തുന്നു. ഈ രീതിയിലുള്ള ഒരു വികസനവും തീണ്ടാത്ത ആൾക്കാരാണ് ഈ പാകിസ്ഥാനിൽ മൊത്തം ഉള്ളത്. അവിടെ കുറച്ചൊക്കെ എഴുത്തും വായനയും അറിയാവുന്നവരെല്ലാം പുറത്താണ്. അതാണ് ശരിക്കും നടക്കുന്നത്. ഈ രീതിയിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് നമ്മൾ കരുതേണ്ടതാണ്. നിങ്ങൾ ആലോചിക്കുക, അവിടെ എന്താണുള്ളത്? പാകിസ്ഥാനിൽ ഒരു ഏവിയേഷന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടോ? സ്പേസ് റിസർച്ചിൽ അവർ മുന്നിലുണ്ടോ? മെഡിക്കൽ ഏരിയയിൽ അവർ മുന്നിലുണ്ടോ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു ഏരിയയിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് പുലർത്തുന്നുണ്ടോ? പുലർത്തുന്നുണ്ട്. എനിക്കറിയാം, വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ, തീവ്രവാദത്തിൽ നല്ല രീതിയിലുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അവർ പുലർത്തുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു നിലവാരമുള്ള ഒരു പരിപാടി അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ബംഗ്ലാദേശിന്റെ എതിരെ നല്ല രീതിയിലുള്ള സർവൈലൻസ് ഇന്ത്യ ഇപ്പൊ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഡ്രോൺ സർവീസ് ഒക്കെ അങ്ങോട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ഡ്രോൺസ് ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇവന്മാരെ ഒരു രീതിയിൽ വരിഞ്ഞു കെട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഇവന്മാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഈ ഫറക്ക ബ്രിഡ്ജ്. ഫറക്ക ബ്രിഡ്ജിൽ നമ്മൾ ഈ ഗംഗയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഇവന്മാർക്ക് കൃത്യമായ അളവിൽ വെള്ളം ഇവന്മാർക്ക് കൊടുക്കുകയാണ്. അപ്പൊ യുവമാർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ പല രാജ്യങ്ങളിൽ നിന്നും റെക്കമെൻഡ് ചെയ്ത് ഇവന്മാരുടെ പ്രോജക്റ്റുകൾ, ഇവന്മാർ പെൻഡിങ്ങിൽ, ഇവന്മാർ കടം കൊടുക്കാൻ പൈസ ഇല്ല, ഇവന്മാർക്ക് അദാനിക്ക് കൊടുക്കാനുണ്ട് കോടിക്കണക്കിൽ, റഷ്യക്ക് കൊടുക്കാനുണ്ട് കോടിക്കണക്കിൽ ന്യൂക്ലിയർ പ്രോജക്ടിന്റെ പേരിലൊക്കെ. അപ്പൊ ന്യൂക്ലിയർ എനർജി പ്രോജക്റ്റിലൊക്കെ റഷ്യക്ക് കോടിക്കണക്കിൽ പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഇന്ത്യയാണ് മീഡിയേറ്റ് ചെയ്ത് ഇത് ഷെയ്ഖ് ഹസീന ഇരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പുരോഗതിയിൽ നല്ല രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതാണ്. അവന്മാരാണ് ഇന്ന് തിരിഞ്ഞ് നമ്മളെങ്ങനെ, അതായത് ഇന്ത്യയുടെ ബോർഡർ കടന്നു വന്നിരിക്കുകയാണ്. ഇവരൊക്കെ എന്ത് രീതിയിലുള്ള മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് വരുന്നത്? അപ്പൊ ഇന്ത്യയെക്കുറിച്ചുള്ള, ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള ഇവന്റെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ആണ് ഈ രീതിയിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഒരിക്കലും നമ്മളുടെ ഒരു ഇന്ത്യൻ ആർമിയെ കുറിച്ചുള്ള ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ഒരിക്കലും ഒരുത്തനും ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് നമ്മളുടെ മറുപടി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിനോട് യോജിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അദാനിയുടെ ഒരു വിഷയം ശരിക്കും US കോർട്ടിൽ നിന്നാവുന്ന ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൃത്യമായ രീതിയിൽ എല്ലാ കംപ്ലൈൻസസും അദാനി US നിന്നും ഫണ്ട് ശേഖരിക്കുന്നെങ്കിൽ അതിന്റെ കംപ്ലൈൻസസ് എല്ലാം അദാനി കൃത്യമായി പാലിക്കുമെന്നുള്ള ഉറപ്പ് കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ അദാനി സെറ്റിൽമെന്റ്സും കാര്യങ്ങളൊക്കെ US എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് JP മോർഗൻ എന്ന് പറഞ്ഞാൽ ഈ വേൾഡിൽ തന്നെ നമ്പർ 1 ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ അമേരിക്കൻ ബാങ്കുകൾക്ക് വരെ ലോൺ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ബാങ്കാണ്. നമ്മുടെ ഏതാണ്ട് ഇന്ത്യൻ GDPയുടെ ഇരട്ടിയാണ് അവരുടെ GDP എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു കമ്പനി അദാനിക്ക് ഒരു വെയിറ്റേജ് കൊടുത്തിരിക്കുകയാണ്. ഈ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് അദാനിയിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകൾക്കെല്ലാം ലാഭം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കൺഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ JP മോർഗന്റെ ഈ ഒരു സർട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ഇനിയിപ്പം നാളെ മുതൽ അദാനിയുടെ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഉയർച്ച രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഷ്യ പാകിസ്ഥാനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനും റഷ്യക്കും തമ്മിൽ ഡയറക്റ്റ് ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ടാക്കുകയാണ്. ആ ട്രെയിൻ വളരെ വൈകാതെ തന്നെ അത് ഓപ്പറേഷനിലാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കൂടാതെ തന്നെ ഇസ്ലാമാബാദ് ടു മോസ്കോക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കണക്ഷൻസ് അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ എഗ്രിമെന്റ്സും സൈൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇതിന്റെ എഗ്രിമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ അത് നടപ്പിലാക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞ പദ്ധതി, അതായത് സാറ്റലൈറ്റ് ത്രൂ ഇന്റർനെറ്റ് ഫോണുകളിലേക്ക് സംവിധാനം ഒരുക്കുക, ഇന്റർനെറ്റ് സംവിധാനം ഫോണുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു സംരംഭം നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. 20 സാറ്റലൈറ്റുകൾ ഓൾറെഡി തന്നെ ഓർബിറ്റിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ 20 സാറ്റലൈറ്റുകൾ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്നലെ ഇന്റർനെറ്റ് കണക്ഷൻസ് ഡയറക്റ്റ് മൊബൈലിലേക്ക് കിട്ടിയതായിട്ട് എലോൺ മസ്കിന്റെ കമ്പനി സ്റ്റാർ ലിങ്ക് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് കൂടാതെ ഇനി അടുത്ത സെറ്റ് ഓഫ് സാറ്റലൈറ്റ് കൂടെ ഇതിനകത്ത് വിടേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പൊ അത് ഉടനെ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതും വൈകാതെ തന്നെ ആ സാറ്റലൈറ്റുകളും കൂടി ഓർബിറ്റിൽ എത്തിക്കുന്നതായിരിക്കും. അതും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഫ്ലോലെസ് ആയിട്ട് ഗ്ലോബലി എവിടെ നിന്ന് വേണമെങ്കിലും, ഏത് ഡെസേർട്ടിൽ നിന്ന് വേണമെങ്കിലും ഇന്റർനെറ്റ് ആക്സസ് കിട്ടാവുന്ന ഒരു സംവിധാനമാണ് ഒരുങ്ങുന്നത്.
ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു സിംഗിൾ മാന്റെ കീഴിൽ ഇത്രയും വലിയൊരു ഇന്റർനെറ്റ് ശൃംഖല പോകുന്നത് ഒരു വലിയൊരു ചാലഞ്ച് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇനിയിപ്പോ മാർഗമില്ല എന്നുള്ളതാണ്. കാരണം ഇതിപ്പോ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കോർപ്പറേറ്റിനെയും നയിക്കുന്നത് ഒരു സിംഗിൾ മാനോ അല്ലെങ്കിൽ 2-3 സിംഗിൾ വ്യക്തികളോ തന്നെ ആയിരിക്കും. ഇത് പ്രൈവറ്റിൽ പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു നെറ്റ് സംവിധാനം പുറത്തു വരുന്നത്. അപ്പം എത്രമാത്രം സെക്യൂരിറ്റി ഉറപ്പുവരുന്നോ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ വളർച്ച എന്നുള്ളത്. അപ്പൊ ഇപ്പം സാറ്റലൈറ്റുകളൊക്കെ ലോഞ്ച് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എലോൺ മസ്കിന്റെ കമ്പനി. അടുത്ത കമ്പനി അതായത് സ്റ്റാർലിങ്കും കൂടെ, സ്റ്റാർലൈനർ ഓൾറെഡി തന്നെ സ്പേസ് ഷിപ്പ് മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പം അടുത്ത കമ്പനി ആയിട്ടുള്ള സ്റ്റാർലിങ്കും കൂടെ അടുത്തൊരു ഉയർച്ചയിലോട്ടും ഒരു സക്സസിലോട്ടും കൂടെ പോവുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ UAE ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഈ ഒരു ഫ്ലൈറ്റ് റേറ്റ് അത് വളരെ നല്ല ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രവാസിക്ക് കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് സഞ്ചരിക്കാനും തിരിച്ച് ജോലി സ്ഥലത്തേക്ക് മടങ്ങാനും ഭീമമായ ഒരു തുക ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിന് UAE അബ്ദുൽ നാസർ അൽഷാലി പുള്ളിയാണ് ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അഡീഷണൽ ഫ്ലൈറ്റ് സർവീസുകൾ അത് ഒന്നെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ UAEയുടെ ഭാഗത്തുനിന്നായാലും, പ്രത്യേകിച്ച് അതാത് ഡൊമസ്റ്റിക് കൺട്രീസ് ഇന്ത്യയുടെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇന്ത്യൻ ഗവൺമെന്റ് അഡീഷണൽ സർവീസുകൾ ഈ ഒരു ഉത്സവ കാലഘട്ടത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിംഗ് കപ്പാസിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസ് നിരക്കിൽ ഒരു ചെറിയ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഇത് എത്രമാത്രം ഇന്ത്യൻ ഗവൺമെന്റ് ഇത് നടപ്പാക്കാനും അല്ലെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മന്ത്രിമാർ ഇതിനെ മുഖവിലേക്ക് എടുത്ത് മുന്നോട്ട് അവതരിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതിനനുസരിച്ചിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് എല്ലാ വർഷവും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷെ ഇത് ആര് ഇത് അഡ്രസ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.